പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ചതിക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ തരം താഴ്ത്തുകയും ചെയ്ത വ്യക്തികൾക്ക് മുൻപിൽ കുതിച്ചുയരാനും നല്ലൊരു ജീവിതം കാഴ്ചവെക്കാനും ഈ നക്ഷത്രജാതകർക്ക് വലിയ വലിയ അവസരങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ ലഭിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയക്കുതിപ്പ് നടത്തുന്ന ഈ നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയണം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്ക് വരും ദിവസങ്ങൾ നേട്ടങ്ങളുടെ ദിവസങ്ങളാണ്. കണ്ണുകൾക്ക് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കും ശരീരക്ഷീണത്തിനും നീർവീഴ്ചയ്ക്കും എല്ലാം ഒരു പരിഹാരം ലഭിക്കും. വരും ദിവസങ്ങളിൽ തന്നെ ഒരു വാഹനം വാങ്ങാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. ഇവരുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളായിട്ട് മാറുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഈശ്വര പൂജയിൽ ഇവർക്ക് കുറച്ച് താല്പര്യം വർദ്ധിക്കുകയും ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. മാരക രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നല്ല ജനങ്ങളുടെ എതിർപ്പിനെ നേരിട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ വിഷമത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലായിടത്തും മാന്യമായ സ്ഥാനം ലഭിക്കും. പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിക്കും. ത്വക്കുബന്ധിയായ അസുഖങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. പാപപ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടും. മനസ്വസ്ഥത വർദ്ധിക്കും. മുൻകോപം കുറഞ്ഞു തുടങ്ങും. ദുർവിചാരങ്ങളും മനസ്സിൽ നിന്ന് വരും ദിവസങ്ങളിൽ മാറിത്തുടങ്ങുകയാണ്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ അപരാധ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനലാഭങ്ങളുടെ ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശരീരക്ലേശവും മനക്ലേശവും കുറഞ്ഞു തുടങ്ങും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം, യന്ത്രത്തകരാറുകൾ, കലഹങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതകളുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നൊരു മാറ്റം വരും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിവരും. പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ സഫലമാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. മക്കളെക്കുറിച്ചോർത്ത് എപ്പോഴും ഉത്കണ്ഠപ്പെടാതിരിക്കുക. സഹോദരങ്ങളുടെ യോജിപ്പ് എല്ലാ മേഖലകളിലും ലഭിക്കും. ഇവർ ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകരിൽ കാണുന്നത്. ശത്രുക്കളുടെ ഇടപെടൽ മൂലം തുടർച്ചയായിട്ട് വിവാഹ തടസ്സം നേരിട്ടവർക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല നല്ല അവസരങ്ങളുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. സുഖ അനുഭവങ്ങൾ ഇരട്ടിച്ചു തുടങ്ങും. സ്ഥാനമാനങ്ങളും ധനാഗമവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള വിശ്രേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. പലവിധ ആപത്തുകളും ഒഴിഞ്ഞു കിട്ടും. വ്രണങ്ങൾ, രക്തസ്രാവം, വിളർച്ച ഇവ ശ്രദ്ധിക്കണം. മാനക്ഷയത്തിന് ഇടയുള്ളതുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും വരും ദിവസങ്ങളിൽ കുറഞ്ഞു തുടങ്ങും. ധനകാര്യ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഉപാസനകൾക്കുള്ള ഭംഗം മാറിക്കിട്ടും. വാക്കുദോഷം മൂലം കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരും. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. ദോഷനിവാരണാർത്ഥ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക.
ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കുക. അക്ഷമ കുറഞ്ഞു തുടങ്ങും. മരണതുല്യമായ ചില അവസരങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. ആപത്തുകളും അപകടങ്ങളും വഴിമാറിപ്പോകും. പൂർവികമായി അറിഞ്ഞു വന്നിരുന്ന കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വരും ദിവസങ്ങളിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഉദരരോഗം, നേത്രരോഗം, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. തൊഴിലുമായിട്ടുള്ള അലച്ചിലുകൾക്കൊരു കുറവ് കണ്ടു തുടങ്ങും. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിച്ചാൽ തൊഴിൽ സാധ്യതകളുണ്ട്. തീർത്ഥാടനങ്ങൾ, വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താൻ നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ഇവർ ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ ചില വഴികൾ തെളിയുന്നുണ്ട്. ഗവൺമെൻറ് വക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ വിജയം വരും. അലങ്കാര വസ്തുക്കളോട് താൽപ്പര്യം കൂടുതലാകും. കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. ശത്രുക്കൾ അകന്നു പോകാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ സന്ദർഭങ്ങൾ കടന്നു വരികയാണ് ഈ സമയത്ത്. വാക്കുദോഷം മൂലം പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പിന്നീട് തിരുത്താൻ അവസരം ലഭിക്കും. മറ്റുള്ളവരെ പറ്റി നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. ക്ലേശ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് അതിജീവനം ഇവർക്ക് ലഭിക്കും. നേത്രരോഗം, വാദബന്ധിയായ അസുഖങ്ങൾ ഇവ മാറിക്കിട്ടും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ അതിജീവിക്കും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർ ധാര കഴിപ്പിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് മുന്നേറ്റം നടത്തുന്ന ദിവസങ്ങളാണ് ഇവർക്ക്. വായ്ക്കകത്തുണ്ടാകുന്ന അസുഖങ്ങൾ, നേത്രരോഗം ഇവ മാറിക്കിട്ടും. ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ ഇവരുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ഇതോടുകൂടി ശത്രുക്കളുടെ ശല്യം ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് ചില ദുസ്വഭാവങ്ങൾ പഠിക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാൽനട യാത്രകളൊക്കെ വേണ്ടിവരും. കാര്യതടസ്സങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. അഗ്നിഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് ആശങ്ക ഉണ്ടാകും. ദാമ്പത്യ കലഹങ്ങൾ വഴിവിട്ടു പോകാതെ ശ്രദ്ധിക്കണം. എപ്പോഴും കലഹ മനോഭാവമായിരിക്കും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകാതെ ബുദ്ധിമുട്ടിയവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ നല്ലൊരു കുടുംബബന്ധം ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹം ദേഹ ഉപദ്രവങ്ങളിൽ എത്താതെ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തകർ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രോജക്റ്റ് വർക്കുകൾ, എസ്റ്റിമേറ്റുകൾ, മറ്റ് റെക്കോർഡുകൾ തുടങ്ങിയവയിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷ നിവാരണാർത്ഥം വിഷ്ണുവിങ്കൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലിയും സുദർശന മന്ത്രപുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തെളിയും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപറ്റാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ധനലാഭങ്ങൾ ഉണ്ടാകും. വീട്ടിലും മനസ്സിലും സ്വസ്ഥമായൊരു അന്തരീക്ഷം ഇനി അങ്ങോട്ട് സംജാതമാകുകയാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. വാക്സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ദിവസങ്ങളാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമൂഹികപരമായ എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും അതിനെ നിയമപരമായിട്ട് നേരിടാൻ സാധിക്കും. ചില പാപകർമ്മങ്ങൾ
വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകരും പ്രത്യേകം ശ്രദ്ധിക്കുക.